വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ ഒട്ടും ചെറുതല്ല. വലിയ പ്രതിസന്ധികളും വലിയ വെല്ലുവിളികളുമാണ് പാർട്ടി നേതാവ് എന്ന രീതിയിലും ഒരു ഭരണാധികാരി എന്ന നിലയിലും വി ഡി സതീശനെ കാത്തിരിക്കുന്നു. ഒന്നാമത് അദ്ദേഹത്തിന് നിയമസഭാ പരിചയം നല്ലോണമുണ്ട് എങ്കിലും ഭരണപരിചയം തീരെയില്ല. ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു സാധാരണ മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ പ്രവർത്തിച്ച അനുഭവ പരിചയവും അദ്ദേഹത്തിനില്ല. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ പോലെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത്. പിന്നെ അദ്ദേഹത്തിന് പറയാം, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിരുന്ന യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം വിജയിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കും വലിയ വിജയം കൈവരിച്ച ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നല്ലാതെ ഇത് ഒരു കടമ്പയായിട്ട് മുമ്പിൽ നിൽക്കും. രണ്ടാമത്തത്, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് മന്ത്രിസഭാ രൂപീകരണമാണ്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഘടകകക്ഷികളെ തൃപ്തരാക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനം ചോദിക്കും. RSPക്ക് 1, പിന്നെ ജേക്കബ് ഗ്രൂപ്പിന് 1, അതുപോലെ CMPക്ക് 1. RMPക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതില്ല, അവർ ചോദിച്ചിട്ടില്ല. പക്ഷേ മാണി സി കാപ്പനെ തൃപ്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാനും പറ്റുകയില്ല. അപ്പോൾ ഒരു MLA മാത്രമുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും. അതുമാത്രമല്ല, ഈ മാണി സി കാപ്പൻ, അനൂപ് ജേക്കബ്, CP ജോൺ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, ഈ വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരാകാനുള്ള എല്ലാ ആളുകളും ഒരു പ്രത്യേക സമുദായക്കാർ മാത്രമാണ്. അപ്പോൾ അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവരെ എല്ലാവരും മന്ത്രിയായി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അത് ചെറിയ സംഖ്യയൊന്നുമില്ല, വളരെ വലിയ ഒരു കണ്ടിജൻറ്റ് അവിടെ ഉണ്ട്. അവരെ മുഴുവനും അവരിൽ എല്ലാവരും അല്ല, അതിൽ എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നം തന്നെയുണ്ട്. മുസ്ലിം ലീഗിന് 4 മന്ത്രി ആയാൽ ബുദ്ധിമുട്ടില്ല. കോൺഗ്രസ് ഇന്ന് 2 പേരെ, കുറഞ്ഞത് ഒരാളെങ്കിലും മന്ത്രിയാക്കാൻ പറ്റും. നേരെ മറിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് 5 പേരെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ അനുപാതം ആകെ തെറ്റിപ്പോകും. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് 6, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 6 അല്ലെങ്കിൽ 7, അപ്പോൾ എത്രയായി? 6, 7, 13. പിന്നെ മുഖ്യമന്ത്രി അടക്കം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ടാവും? അതൊരു ചോദ്യമാണ്. മാത്രമല്ല, ഈ ഭൂരിപക്ഷ സമുദായത്തിന് കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടിയിൽ നിന്നും പ്രാതിനിധ്യം കൊടുക്കാനും പറ്റുകയില്ല. അപ്പോൾ ഈ സാമുദായിക സന്തുലനം എന്ന് പറയുന്നത് ആകെ തകരാറില്ല. ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ചോദിക്കും, ഇടതുപക്ഷ മന്ത്രിസഭയിൽ 10 നായന്മാരുണ്ടായിരുന്നില്ലേ, 4 ഈഴവരുണ്ടായിരുന്നില്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടായോ? ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. കാരണം ഇടതുപക്ഷ മന്ത്രിസഭയാണ്. അവിടെ അവർക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യാം. വലതുപക്ഷ മന്ത്രിസഭ അതുപോലെയല്ലോ. 100,000 പ്രശ്നങ്ങൾ ഓരോ സമുദായ സംഘടന ഉന്നയിക്കും. തീവ്രസഭയ്ക്ക് മന്ത്രി വേണം, SNDPക്ക് 4 മന്ത്രി വേണം, NSSന് 6 മന്ത്രി വേണം, പിന്നെ നാടാർ മന്ത്രി വേണം, ലത്തീൻ മന്ത്രി വേണം, ബാവ കക്ഷിക്കാരൻ വേണം, മെത്രാൻ കക്ഷിക്കാരൻ വേണം, ലത്തീൻ കത്തോലിക്കൻ വേണം, സുറിയാനി കത്തോലിക്കർ 3 4 വേണം. ഇങ്ങനെയൊക്കെ ഡിമാൻഡുകൾക്ക് ഒരു ക്ഷാമമില്ല. ആഫ്രിക്കയിൽ നിന്ന് 2 ജിറാഫിനെ കൊണ്ടുവരുമ്പോൾ അതിലൊന്ന് കത്തോലിക്കൻ വേണമെന്ന് പറഞ്ഞ പോലെയുള്ള പല തൽപര കക്ഷികളും, കത്തോലിക്കർ മാത്രമല്ല എല്ലാ സമുദായക്കാരും രംഗത്ത് വരും. പിന്നെ കിട്ടാത്തവർക്കൊക്കെ പരിഭവമാവും, പരാതിയാവും, ആവലാതിയാവും. ഇവിടെ ഞങ്ങളുടെ സമുദായക്കാർക്ക് രക്ഷയില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം കണ്ടുകൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. അതിലും വിശേഷിച്ച് വേറൊരു കുഴപ്പമുണ്ട്. കോൺഗ്രസ്സുകാരായ മന്ത്രിമാരെ തീരുമാനിക്കൽ വളരെ ദുഷ്കരമാണ്. ഘടകകക്ഷിയുള്ള മന്ത്രിമാരൊക്കെ അവർ തന്നെ തീരുമാനിച്ച് ലിസ്റ്റ് തരും, വകുപ്പൊക്കെ അവർ തന്നെ തീരുമാനിക്കും. നമ്മൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരായ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ചെന്നിത്തലയെ സന്തുഷ്ടനാക്കണം, ചെന്നിത്തലയുടെ പരിഭവം തീർക്കണം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റാത്തതിൻ്റെ വലിയ സങ്കടത്തിലാണ്. അദ്ദേഹത്തെ തന്നെ കഴിയുമെങ്കിൽ മന്ത്രിസഭയിൽ ചേർക്കണം. അതിന് അദ്ദേഹം വഴങ്ങുമോ, അതിന് ഏത് വകുപ്പ് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു വിഷയമാണ്. അതുകൂടാതെ മുന്നണിയിലുള്ള പാർട്ടിക്കകത്തുള്ള KC ഗ്രൂപ്പുകാരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരാണ് എണ്ണത്തിൽ കൂടുതൽ. അങ്ങനെയുള്ള യൂദാസുകളെ എത്ര പേരെ മന്ത്രിസഭയിൽ എടുക്കണം? അവർ മന്ത്രിസഭയിൽ ചേർന്നതിന് ശേഷം എന്തൊക്കെ ടാങ്കാണ് പണിയാൻ പോകുന്നത് എന്ന പ്രശ്നവും CMൻ്റെ മുമ്പിലുണ്ട്. പിന്നെ നയപരമായ കാര്യങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി അതുപോലെ നടപ്പാക്കാൻ പറ്റുമോ? നല്ല രസമായിരിക്കും. KSRTC ഇപ്പോൾ തന്നെ പൂട്ടാൻ നിൽക്കുകയാണ്. അതിനകത്താണ് ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ പോകുന്നത്. അപ്പോൾ KSRTCയുടെ അന്ത്യം കണ്ട മുഖ്യമന്ത്രി എന്ന പേര് സതീശന്
ചരിത്രത്തിൽ ബാക്കിയാവും. പിന്നെ വ്യവസായവൽക്കരണം ഏതെങ്കിലും നടത്തും, തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കും, അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. അതൊന്നും ആലോചിക്കാതിരിക്കാൻ നല്ലത്. പിന്നെ പോലീസിന് ഒരു മന്ത്രി സ്വന്തമായിട്ട് ഉണ്ടാകുന്നതാണ് നല്ലത്. കാരണം ഈ ക്രമസമാധാന പരിപാലനം വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകാർ പ്രതിപക്ഷത്തിരിക്കും, ദിവസേന സമരമായിരിക്കും, ദിവസേന അടിപിടിയായിരിക്കും, കത്തിക്കുത്തായിരിക്കും, ആസിഡ് ബൾബായിരിക്കും. അപ്പോൾ അതിന് സ്വന്തമായിട്ടൊരു മന്ത്രി ഉണ്ടാകുന്നതാണ് നല്ലത്. മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. പ്രത്യേകിച്ച് ഭരണപരിചയം ഇല്ലാത്ത ആൾ മുഖ്യമന്ത്രിയാവും. പോലീസിനെ കയറൂരി വിടാനും പറ്റില്ല, പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെയും പറ്റില്ല. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ചേർത്താലേ മന്ത്രിസഭയ്ക്ക് മേൽഗതി ഉണ്ടാവും. അപ്പോൾ പിന്നെ തിരുവഞ്ചൂരിനെ എന്ത് ചെയ്യും, അപ്പോൾ സണ്ണി ജോസഫിനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലും പുറകിലും മുകളിലും താഴെയായിട്ട് നിൽക്കുമ്പോഴാണ് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഈ പ്രതിസന്ധികളൊക്കെ, ഈ വൈതരണികളൊക്കെ മറികടക്കാനുള്ള ശേഷിയും ശേമുഷിയും ഉണ്ടാകട്ടെ എന്നതാണ് ഈ കേരളത്തിലെ ഒരു സാധാരണ വോട്ടർ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന.